കൂട്ടുകാരെ അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ചീനിക്കാമൂല ഗുഹ അവിടെയാണുള്ളത്. അതായത് അമ്പലവയലിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ ഈ സ്ഥലമെത്തും. അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇന്ന് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവരും കൂടെ കൂടുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ചീനിക്കാമൂല ഗാവ് ഗുഹയിലാണ്, ആ ഒരു ഭാഗത്താണ് ഇന്ന് നമ്മുടെ കാഴ്ചകൾ കാണുന്നത്. ചീനിക്കാമൂല ഗുഹയിലേക്ക് പോകുന്നൊരു വഴിയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ സുൽത്താൻ ഓട്ടോ ഇവിടെ ഉണ്ട്. അവിടേക്ക് പോകുന്നൊരു റൂട്ടും കൂടെയാണ് ഈ റൂട്ട്. ഇത് അമ്പലവയലിന് അടുത്തുള്ളൊരു പ്രദേശമാണ്. എല്ലാവരും വരിക, അവിടേക്ക് ഒന്ന് കണ്ട് സന്ദർശിച്ച് പോവുക. അങ്ങനെ നമ്മൾ ആ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു പാതയാണിത്. കുറച്ച് റിസ്ക് എടുത്തിട്ട് വേണം അതിനകത്ത് പോകാൻ. അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ കൂട്ടുകാരൻ ഹൈദരലിയും കൂടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഗുഹയ്ക്കകത്താണുള്ളത്. ആ ഒരു കാഴ്ചകളിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഹൈദറെ, നമ്മൾ ഈ ഗുഹനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? ഇത് ഒരൊറ്റ വാക്ക് പറഞ്ഞ ഗംഭീരം, അതിസുന്ദരം. നമ്മുടെ യാത്ര ഇന്ന് നമ്മൾ അമ്പലവയലിലേക്ക് വന്നെങ്കിലും പെട്ടെന്നാണ് ഈ ചീനിക്കാമൂല എന്ന ഈ ഗുഹയുടെ ബോർഡ് ഈ റോഡ് സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഒരു വലിയ പാറയാണ്, ഒരു പന്തലിട്ട കണക്കെ ഈ ഒരു വലിയ പാറ. ഇത് ഏകദേശം ഒരു 30 മീറ്ററോളം നീളത്തിൽ മേൽക്കൂര, നമ്മൾ ഈ വീടിൻ്റെ വാർപ്പൊക്കെ ഇട്ട പോലെ മേൽക്കൂര അങ്ങനെ കിടക്കുന്ന ഒരു വലിയ പാറയാണ്. അതിങ്ങനെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായ, ഇപ്പോൾ നമ്മൾ ഈ സൂര്യൻ്റെ വെളിച്ചം കറക്റ്റ് അതിൻ്റെ അകത്തേക്ക് ഒരു ലൈറ്റ് ഇട്ട പോലെയാണ് നമുക്കിതിൻ്റെ അകത്ത് തോന്നുന്നത്. പുറത്തൊക്കെ വെയിലിന് ചൂട് കൂടി വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നവുമില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ഗുഹയാണിത്. ചീനിക്കാമൂല എന്ന് പറയുന്ന ഈ ഒരു ഗുഹ എന്തായാലും നമ്മൾ ഈ വയനാട്ടുകാർ കണ്ടിരിക്കണം. ശരിക്കും അമ്പലവയൽ ഏറ്റവും വലിയ എടക്കൽ ഗുഹ ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒത്തിരി ഗുഹകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. എന്തായാലും ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരൊക്കെ ഒന്ന് കാണുക. അതിമനോഹരം, ഗംഭീരം, അടിപൊളിയാണ്.
ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.